അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയങ്കരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് അടിമ സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനുള്ള രണ്ടാമത്തെ ഷർത്താണ്. നമ്മൾ പറഞ്ഞു അടിമ സ്ത്രീയെ വിവാഹം ചെയ്യൽ ഹറാമാണ്, പക്ഷെ 3 ഷർത്തുകൾ പാലിക്കപ്പെട്ടാൽ അങ്ങനെ അടിമ സ്ത്രീയെ വിവാഹം ചെയ്യാവുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഷർത്ത് നമ്മൾ ചർച്ച ചെയ്തത് ബി അജ്സിൻ അമ്മൻ യസ്ലുഹുലി തമത്വന് പറ്റുന്ന ഒരുത്തിയെ തൊട്ട് അവൻ എന്തായതാണ്, അശക്തനായതാണ്. അവൻ്റെ കയ്യിൽ അടിമ സ്ത്രീയോ അല്ലെങ്കിൽ അവൻക്ക് വിവാഹം കഴിക്കാനുള്ള ദാരിദ്ര്യമോ അങ്ങനെയൊക്കെയുള്ള ഒരുത്തിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒന്നാമത്തെ ഷർത്തിൽ പറഞ്ഞത്. ഇനി ഫാനീഹ, ആ നിക്കാഹുൽ അമ്മത്തിൽപ്പെട്ട രണ്ടാമത്തെ ഷർത്ത്, അങ്ങനെ അമ്മത്തിനെ വിവാഹം ചെയ്യണം എന്നുള്ളതിന് രണ്ടാമത്തെ ഷർത്ത് ബി ഖൗഫിഹി സിന, അവൻ എന്തിതാണ്, വ്യഭിചാരത്തെ പേടിക്കൽ കൊണ്ടും. ഒരാൾക്ക് ഞാൻ വ്യഭിചരിച്ചു പോകുമോ എന്നുള്ള പേടിയുണ്ടെങ്കിൽ, അവൻ്റെ കയ്യിൽ ഭാര്യയൊന്നുമില്ല, അപ്പോൾ ഓനെന്ത് ചെയ്യും, ഞാൻ വ്യഭിചരിച്ചു പോവോ, അത്രത്തോളം അവൻക്ക് ലൈംഗികാസക്തി മൂത്തത് കൊണ്ട് ഇനി അവൻ വ്യഭിചരിച്ചു പോകുമോ എന്നുള്ള പേടി കുടുങ്ങിയാൽ അവൻക്ക് അടിമ സ്ത്രീയെ വിവാഹം ചെയ്യാവുന്നതാണ് എന്നർത്ഥം. ബി ഖൗഫിഹി സിന ബി ഗലബത്തി ഷഹവത്തിൻ, അവൻക്കെന്താണ്, ലൈംഗികാസക്തി വളരെ അതിജയിച്ചിട്ടുണ്ട്. വളഅഫി തഖ്വാഹു, അവൻ്റെ ഭയഭക്തി ബലഹീനമാണേനി. എന്നാൽ അള്ളാഹുവിന് പേടി, ഞാനിത് സിന ഹറാമാണല്ലോ, അങ്ങനെ ചെയ്യരുത് എന്നുള്ള ആ ഭയഭക്തി എന്താണ്, അവൻക്ക് കുറവാണ്. ലൈംഗികാസക്തി കൂടുകയും ചെയ്തു. അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യാം, അവൻക്ക് അടിമ സ്ത്രീയെ വിവാഹം ചെയ്യാം. ഫതഹില്ലു, അപ്പോൾ അടിമ സ്ത്രീയെ വിവാഹം ചെയ്യൽ ഹലാലാണ്. ലിൽ ആയത്തി, ഈ ആയത്തിന് വേണ്ടി, ആയത്ത് ഏതാ, സൂറത്തു നിസായിലെ 25-ാമത്തെ ആയത്ത്. അമല്ലം യസ്തതി മിൻകും തൗലൻ അൻ യൻകിഹൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തി ഫമിമ്മാ മലക്കത് അയ്മാനുക്കും എന്ന് തുടങ്ങുന്ന ആ ആയത്താണത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മുഹ്സിനാത്തുകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഫമിമ്മാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ അടിമ സ്ത്രീയെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാമെന്ന് പഠിച്ചോ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആയത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം, സിനയെ പേടിക്കുന്നുണ്ടെങ്കിൽ വിവാഹം ചെയ്യാം, അടിമ സ്ത്രീയെ വിവാഹം ചെയ്യാം എന്നർത്ഥം. ഇനി ഫൈൻ ലോഫത്ത് ഷഹ്വത്തുഹു, അവൻ്റെ എന്താണ്, ലൈംഗികാസക്തി വളരെ ബലഹീനമാണ്, അങ്ങനെ അത്രത്തോളം എന്തൊന്നുമില്ല, ലൈംഗികാസക്തി ഒന്നുമില്ല, കണ്ട പെണ്ണിനെ പിടിച്ച് ഞാൻ സിന ചെയ്തു പോകുമ്പോൾ എന്ന് പേടിയൊന്നുമില്ല. ഫലഹു തഖ്വ, അവൻക്ക് എന്തുണ്ട്, വളരെ ഭയഭക്തി ഉണ്ട്, അള്ളാഹിനെ പേടിയുണ്ട്. ഔ മുറുഅത്തിന്, അല്ലെങ്കിൽ നല്ല മനുഷ്യത്വമുണ്ട്, മാനസികമായിട്ടുള്ള ആ ഒരു പരിഗണനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുകളെ കണ്ട എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇത്ര ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ആളായി പോകുമോ എന്നുള്ള ആളുകളുടെ ആ വിചാരത്തെ തൊട്ടൊക്കെ എന്തുണ്ട്, അവനക്ക് പേടിയൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മുറുഅത്തൊക്കെ ഉള്ള ആളാണ്. ഔ ഹയാഉൻ യസ്തഖ്ബിഹു മാഹുസിന, ഔ ഹയാഉൻ, അല്ലെങ്കിൽ അവനക്ക് ലജ്ജുണ്ട്. യസ്തഖ്ബിഹു മാഹുസിന, ആ ലജ്ജയോട് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവനക്ക് സിന ചെയ്യുക എന്നുള്ളത് മോശമായിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ അവനക്ക് ഞാൻ പോയിട്ട് സിന ചെയ്താൽ എൻ്റെ അതൊരു മോശമായി പോവല്ലോ എന്നുള്ള ലജ്ജ അവനക്കുണ്ടേനും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ, ഔ കവിയത്ത്, അല്ലെങ്കിൽ വേറൊരാൾ, ഔ കവിയത്ത് ഷഹ്വത്തുഹു വ തഖ്വാഹു, അല്ലെങ്കിൽ ഒരാളുടെ ഷഹ്വത്തും തഖ്വയും എന്താണ്, വളരെ ശക്തമാണ്, അവനക്ക് നല്ല ലൈംഗികാസക്തി ഉണ്ടേനും അതോടൊപ്പം അതിനെ പിടിച്ചു നിർത്തുന്ന ഭയഭക്തിയുണ്ട്. അപ്പം അങ്ങനെ രണ്ടും കവിയാണ് എന്നുണ്ടെങ്കിലും, അങ്ങനെയുള്ള ഈ രണ്ടാളുകൾക്ക് ലം തഹില്ല ലഹുൽ അമത്തു, അവൻക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അടിമ സ്ത്രീയെ വിവാഹം ചെയ്യൽ ഹലാലാവുന്നില്ല. ലിഅന്നഹു ലാ യഖാഫു സിന, കാരണം അവർ സിനയെ പേടിക്കുന്നില്ല. രണ്ടുപേരും എന്ത് ചെയ്യണില്ല, സിനയെ പേടിക്കുന്നില്ല. കാരണം ആ സിനയെ പിടിച്ചു നിർത്താൻ പറ്റുന്ന മുറുവത്ത്, ഹയാവും തഖ്വക്ക് അവർക്കുണ്ട്. അപ്പം അത് കാരണം അവർക്ക് അമത്തിനെ വിവാഹം ചെയ്യൽ ഹലാലാവുന്നില്ല എന്നർത്ഥം. വലൗ ഖാഫ സിന മിൻ അമത്തിൻ ബി ഐനിഹ ലിഖുവത്തി മൈലിഹി ഇലൈഹ ലം തഹില്ല ലഹു കമാ സറഹു ബിഹി. ഇനി വേറൊരാളെ കുറിച്ച് പറയണം. വലൗ ഖാഫ സിന മിൻ അമത്തിൻ, ഒരാൾ എന്ത് ചെയ്താലേ, ഓനിങ്ങനെ ഒരു വഴി കൂടെ പോകുമ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ അടിമ സ്ത്രീയെ ഉണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു അടിമ സ്ത്രീയോട് സ്നേഹം തോന്നി. അടിമ സ്ത്രീയാണ്, ആ അടിമ സ്ത്രീനോട് എനിക്ക് സ്വന്തമായിട്ട് ഭാര്യ ഇല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു അടിമ സ്ത്രീയെ വിവാഹം
വിവാഹം ചെയ്ത കൊള്ളാമെന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. പക്ഷേ ഈ മസാല എന്താ പറയുന്നത്, ഒന്നില്ലെങ്കിൽ അവനക്ക് ഭാര്യ ഉണ്ട്, അല്ലെങ്കിൽ അവനക്ക് ആ വ്യക്തമായോ ഇങ്ങനെ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ഒരു അടിമ സ്ത്രീയോട് കണ്ടു. അപ്പോൾ ആ അടിമ സ്ത്രീയോട് മാത്രം, ആ ഒരു അടിമ സ്ത്രീയോട് മാത്രം എന്ത് ചെയ്തു, അവനക്ക് നന്നായിട്ട് സ്നേഹം തോന്നി, നല്ലൊരു ആകർഷണീയത തോന്നിയാൽ എന്നിട്ട് ഓൻ ആ അടിമ സ്ത്രീയെ വിവാഹം ചെയ്യുക, അത് പറ്റില്ല എന്നർത്ഥം. ഓരോ ഹാഫസിന, അവൻ എന്ത് ചെയ്താൽ പിന്നെ വ്യഭിചാരത്തെ പേടിച്ചാൽ, മിൻ അമത്തിൻ ബി ഐനിഹ, മിൻ അമത്തിൻ ഒരു അടിമ സ്ത്രീയിൽ നിന്ന്, ബി ഐനിഹ ആ ഒരു അടിമ സ്ത്രീയോട് മാത്രം, വേറെ അങ്ങനെ ഏതെങ്കിലും ഒരു അടിമ സ്ത്രീയെ വിവാഹം ചെയ്താൽ കൊള്ളാം അങ്ങനെയല്ല. ഇത് ഒരു അടിമ സ്ത്രീയും കണ്ടപ്പോൾ ആ അടിമ സ്ത്രീയോട് മാത്രം അങ്ങനെ ഒരു സ്നേഹം തോന്നി എന്ത് ചെയ്താൽ ഇതിനെ പേടിച്ചാൽ, ലി കുവ്വത്തി മൈലിഹി ഇലൈഹ അവൻ്റെ മൈലി, അവൻ്റെ അട്രാക്ഷൻ അധികരിച്ചത് കാരണത്താൽ, ഇലൈഹ ആ ഒരു അടിമ സ്ത്രീയിലേക്ക് അങ്ങനെ അവൻ സിനയെ പേടിച്ചാൽ, ലം തഹില്ല ലഹു അവൻക്ക് അടിമ സ്ത്രീയെ വിവാഹം ചെയ്യൽ ഹലാലാവുന്നില്ല. കമാസറഹു ബിഹി അങ്ങനെയാണ് പണ്ഡിതന്മാർ ഈ വിഷയകമായിട്ട് വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടോ ഷർത്തു സാലിസു, ഇനി മൂന്നാമത്തെ ഷർത്ത്, അടിമ സ്ത്രീയെ വിവാഹം ചെയ്യാൻ പറ്റുന്നതിനുള്ള മൂന്നാമത്തെ ഷർത്ത്, അന്തകൂനൽ അമത്തു മുസ്ലിമത്തൻ യുംകിനു വത്ഉഹാ. അന്തകൂനൽ അമത്തു ഈ അടിമ സ്ത്രീ ആവണം, അവൻ വിവാഹം ചെയ്യാൻ പോകുന്ന ഈ അടിമ സ്ത്രീ ആവണം, മുസ്ലിമത്തൻ എന്തായിരിക്കണം, ഒരു മുസ്ലിമായ അടിമ സ്ത്രീ ആയിരിക്കണം. യുംകിനു വത്ഉഹ അവിടെ പിന്നെ വത്ത് ചെയ്യാനൊക്കെ പറ്റുന്ന, വത്ത് ചെയ്യാൻ പിന്നെ സംയോഗം ചെയ്യാൻ, ജിമാ ചെയ്യാൻ പറ്റുന്ന ഒരു മുസ്ലിമത്തായ അടിമ സ്ത്രീ ആയിരിക്കണം എന്നർത്ഥം. ഫലാ തഹില്ലു ലഹുൽ അമത്തുൽ കിതാബിയത്തു, അപ്പോൾ എന്ത് പറ്റൂല, ഒരു കിതാബിയത്തായ ജൂതയായ അടിമ സ്ത്രീ അല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിയായ അടിമ സ്ത്രീയെ വിവാഹം ചെയ്യൽ ഹലാലാവുകയില്ല എന്നർത്ഥം. അപ്പോൾ ഇന്ത അബി ഹനീഫ റളിയല്ലാഹു അൻഹു, ഈ അബൂ ഹനീഫ ഇമാമിൻ്റെ അടുത്ത് പിന്നെ ഇനി വേറെ കാര്യം പറയണേ, എന്ത്, നമ്മളിപ്പോൾ പറഞ്ഞു ഒരു അടിമ സ്ത്രീയെ ഒരാൾക്ക് വിവാഹം ചെയ്യണം എന്നുള്ളത് ഹറാമാണ്, പക്ഷേ അതിന് 3 ഷർത്തുകളുണ്ടെങ്കിൽ ആ 3 ഷർത്തുകൾ പാലിക്കപ്പെട്ടാൽ ഹലാലാവുകയും ചെയ്യും. ആ 3 ഷർത്തുകളിൽ ഒന്ന് നമ്മൾ പറഞ്ഞു ബിയാജിസിൻ അമ്മ യസ്ലുഹുലി തമത്വൻ, രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് അവിടെ ഹൗഫിഹി സിന പേടിക്കൽ കൊണ്ട്, മൂന്നാമത്തത് പറഞ്ഞു അന്തക്കൂനൽ അമത്തു മുസ്ലിമത്തൻ യുംകിനു വത്തുഹ എന്നും പറഞ്ഞു. ഈ അബൂ ഹനീഫ ഇമാമിൻ്റെ അടുത്ത് ഒരു അടിമ സ്ത്രീ വിവാഹം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ 3 ഷർത്ത് പാലിക്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, അതാ പറഞ്ഞു. അപ്പോൾ ഇന്ത അബി ഹനീഫ റളിയല്ലാഹു അൻഹു യജൂസു ലിൽ ഹുരി നിക്കാഹു അമത്തി ഗൈരിഹി, ഒരു സ്വതന്ത്രനായ പുരുഷന് ഹലാലാകും, ജായിസാവും, നിക്കാഹു അമത്തി ഗൈരിഹി മറ്റൊരുത്തൻ്റെ അടിമ സ്ത്രീയെ വിവാഹം ചെയ്യൽ ഹലാലാണ്. ഇല്ലം യകുൻ തഹ്തഹു ഹുറത്തുൻ, ആകാതെ ഷർത്തുള്ളൂ, എന്ത്, ഇല്ലം യകുൻ തഹ്തഹു ഹുറത്തുൻ അവൻ്റെ കീഴിൽ ഒരു ഹുറത്തായ ഒരു സ്വതന്ത്രയായ സ്ത്രീ, ഒരു ഭാര്യ ഇല്ലാതിരിക്കൽ. നമ്മുടെ ഓനക്ക് എന്തില്ല, ഒരു ഭാര്യ ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാം, അടിമ സ്ത്രീയെ മറ്റൊരുത്തൻ്റെ അടിമ സ്ത്രീയെ വിവാഹം ചെയ്യാം. അല്ലാതെ എന്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ 3 ഷർത്തുകൾ പാലിക്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്നതാണ് ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബ്. ഇനി ഫുറൂൻ, കുറച്ച് ഫറകൾ വരണം, കുറച്ച് മസലകൾ വരണം. ലൗ നക്കഹൽ ഹുറു അൽ അമത ബിശുറൂതിഹി സുമ്മ ഐസറ ഔ നക്കഹൽ ഹുറത ലം യൻഫസിഖ് നിക്കാഹുൽ അമതി. ലൗ നക്കഹൽ ഹുറു ഒരു സ്വതന്ത്രനായ പുരുഷൻ നിക്കാഹ് ചെയ്തു, അൽ അമത അടിമ സ്ത്രീയെ കല്യാണം കഴിച്ചു, ബിശുറൂതിഹി ഈ ഷർത്തുകളൊക്കെ പാലിക്കപ്പെട്ടുകൊണ്ട്, എന്നാൽ ഓന് പിന്നെ അടിമ സ്ത്രീയെ വിവാഹം ചെയ്യുന്ന സമയത്ത് ഈ 3 ഷർത്തും പാലിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓന് അജിസിനമ്മ യസ്ലൂദിലി തമത്തു ആയിരുന്നു, പിന്നെ അവനക്ക് സിന പേടിയുണ്ടായിരുന്നു, പിന്നെ ഈ വിവാഹം ചെയ്യുന്ന പിന്നെ അടിമ സ്ത്രീ മുസ്ലിമത്തായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഈ 3 ഷർത്തുകളും പാലിക്കപ്പെട്ടുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്, പിന്നെ അമത്തിനെ കല്യാണം കഴിച്ചത്. അങ്ങനെ ഓനെ കല്യാണം കഴിച്ചതിന് ശേഷം സുമ്മ ഐസറ, പിന്നെ ഓനക്ക് എന്ത് ചെയ്തു, നല്ല സമ്പന്നനായവന്, നല്ല സമ്പാദ്യമൊക്കെ വന്നു. അല്ലെങ്കിൽ ഔ നക്കഹൽ ഹുറത്ത, അല്ലെങ്കിൽ അടിമ സ്ത്രീയെ വിവാഹം കഴിച്ചതിന് ശേഷം ഓനക്ക് പിന്നെ എന്ത് ചെയ്തു, എന്തെങ്കിലുമൊക്കെ സമ്പാദ്യങ്ങളോ അല്ലെങ്കിൽ അനുഗ്രഹമൊക്കെ വന്നിട്ട് പിന്നെ എനിക്കൊരു സ്വതന്ത്രയായ സ്ത്രീയെ തന്നെ വിവാഹം ചെയ്യാനുള്ള അവസരമുണ്ടായാൽ ലം യൻഫസിഖ് നിക്കാഹുൽ അമതി, അപ്പോൾ ഈ മുമ്പ് കഴിച്ച ഈ അമത്തിനെ, ഈ പിന്നെ മുമ്പ് ഓൻ എന്ത് ചെയ്തിട്ടുണ്ടല്ലോ, അടിമ സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ, ആ നിക്കാഹ് എന്താവുകയില്ല, ഫസ്ഹായിട്ട് പോവുകയില്ല, അത് എന്താവുകയില്ല, നീങ്ങിപ്പോവുകയില്ല. അപ്പോഴും ഓനൊരു ഹുറത്തിനെ കല്യാണം കഴിച്ചാലും ആ അടിമ സ്ത്രീ അവൻ്റെ ഭാര്യയായിട്ട് തന്നെ തുടരുന്നതാണ് എന്നർത്ഥം. ഇനി ഇങ്ങനെ
എന്ത് ചെയ്യാൻ, അടിമ സ്ത്രീയെ കല്യാണം കഴിക്കൽ ഇത്രത്തോളം ഷർത്തുകളൊക്കെ യോജിച്ചാൽ മാത്രമേ ചെയ്യാവൂ എന്ന് ശറഅ് ഇങ്ങനെ നിർബന്ധം പിടിക്കാൻ കാരണം എന്താണ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ വലതുൽ അമത്തി മിൻ നിക്കാഹിൻ ഔ ഗൈരിഹി കസിന ഔ ശുബ്ഹത്തിൻ ബി അന്നകഹ വഹുവ മൂസിറുൻ കിന്നുല്ലി മാലിക്കിഹ. അതാണ് പ്രശ്നം. അപ്പോൾ വലതുൽ അമത്തി, ഇനി പിന്നെ അടിമ സ്ത്രീക്ക് കുട്ടി ഉണ്ടായാൽ, അടിമ സ്ത്രീക്ക് കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ വേറൊരാൾ അടിമ സ്ത്രീയെ കല്യാണം കഴിച്ചു, അങ്ങനെ ആ അടിമ സ്ത്രീയിൽ നിന്നും കുട്ടി ഉണ്ടായാൽ ആ കുട്ടി എന്നുള്ളത് ഈ അടിമ സ്ത്രീയുടെ യജമാനനുക്കുള്ള അടിമയാകുന്നു. മനസ്സിലായോ? അപ്പം ഞാൻ ഒരു അടിമ സ്ത്രീയെ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ ആ അടിമ സ്ത്രീയെ കല്യാണം കഴിച്ച് ആ അടിമ സ്ത്രീയിൽ നിന്നും ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി ഈ അടിമ സ്ത്രീയുടെ യജമാനൻ ആരാണോ ആ യജമാനൻക്കുള്ള അടിമയാകുന്നു. എന്നാൽ അത് എൻ്റെ സ്വതന്ത്രനാണ് എന്ന്, എൻ്റെ മോനാണ് അപ്പോൾ അത് സ്വതന്ത്രനാണ് എന്ന് പറയാൻ പറ്റൂല. അത് യജമാനൻക്കുള്ള എന്താകുന്നു, അടിമയാണ്. അപ്പോൾ കുറേ അടിമകൾ അങ്ങനെ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇസ്ലാം എന്ത് ചെയ്യണത്, ഇങ്ങനെ നിർബന്ധം പിടിച്ച് ഇത്രത്തോളം ഷർത്തുകളൊക്കെ യോജിച്ചാൽ മാത്രമേ അടിമ സ്ത്രീയെ വിവാഹം ചെയ്യാൻ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ വലതുൽ അമത്തി, ഈ അടിമ സ്ത്രീയിൽ നിന്നുണ്ടാവുന്ന കുട്ടി, മിൻ നിക്കാഹിൻ അടിമ സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടോ ആ വൈരിഹി അല്ലെങ്കിൽ നിക്കാഹിലൂടെ അല്ലാതെ, നിക്കാഹിലൂടെ അല്ലാതെ എന്നുള്ളതിന് ഉദാഹരണം പറയുകയാണ് കസിന വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുട്ടിയോ, അത് ശുബഹത്തിൻ അല്ലെങ്കിൽ ശുബഹത്തിൻ്റെ വത്ത് നടന്നിട്ടുള്ള കുട്ടിയോ. ശുബഹത്തിൻ്റെ വത്ത് എന്ന് പറഞ്ഞാൽ ബി അന്നകഹ വഹുവ മൂസിറുൻ ബി അന്നകഹ, അവൻ ആ വിവാഹം ചെയ്തത്, അടിമ സ്ത്രീയെ വിവാഹം ചെയ്തത് വഹുവ മൂസിറുൻ, അവൻ എന്തായിരിക്കുകയാണ്, മൂസിറായിരിക്കുകയാണ്. മൂസിർ എന്ന് പറഞ്ഞാൽ സമ്പന്നനായിരിക്കുകയാണ്. ശരിക്ക് സമ്പന്നനാണ് എന്നുണ്ടെങ്കിൽ അടിമ സ്ത്രീയെ വിവാഹം ചെയ്യാൻ പറ്റൂല. നമ്മളങ്ങനെ പറഞ്ഞത്, ഒരു ദാരിദ്ര്യം പിടിച്ച ആളോ സ്വന്തം തൻ്റെ കീഴിൽ പിന്നെ അടിമ സ്ത്രീയോ അല്ലെങ്കിൽ ഭാര്യയോ ഇല്ലാത്ത, അങ്ങനെ അത്രത്തോളം പാപ്പരനായ ദാരിദ്ര്യം പിടിച്ച ആൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടിമ സ്ത്രീയെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു, ഒരു മൂസിറായ ഒരാൾ, ഒരു സമ്പന്നനായ ഒരാൾ എന്ത് ചെയ്തു, അടിമ സ്ത്രീയെ കല്യാണം കഴിച്ചാൽ അപ്പോൾ അതൊക്കെ ശുഭത്തിൻ്റെ കീഴിലാണ് വിടുക. അപ്പോൾ അങ്ങനെ ആ അടിമ സ്ത്രീയിൽ നിന്നുണ്ടാകുന്ന കുട്ടി എന്നുള്ളത് കിന്നുൻ ലിമാലിക്കിഹ, ആ അടിമ സ്ത്രീയുടെ യജമാനൻക്കുള്ള കിന്നാകുന്നു, അടിമയാകുന്നു എന്ന്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, വലോ ഖുറ വാഹിദുൻ ബി ഹുരിയത്തി അമത്തിൻ വതസവ്വജഹ ഫൗലാദുഹൽ ഹാസിലൂന മിൻഹു അഹ്റാറുൻ മാലം യഅലം ബിരിഖിഹ വഇൻ കാന അബ്ദൻ വയൽസമുഹു ഖീമത്തുഹും യൗമൽ വിലാദത്തി. ഇനി ഒരാൾ ഒരു അടിമ സ്ത്രീയെ കണ്ടു, അപ്പോൾ ഓൻ വിചാരിച്ചെന്ത്, ഈ അടിമ സ്ത്രീ പിന്നെ സ്വതന്ത്രയായ സ്ത്രീയാണെന്ന് വിചാരിച്ചു. ഒരു പെൺകുട്ടിനെ കണ്ടു അങ്ങനെ വഴി കൂടെ നടന്നു പോകുമ്പോൾ. അപ്പോൾ അതൊരു എന്താണ്, ശരിക്കതൊരു അടിമ സ്ത്രീ ആയിരുന്നു. പക്ഷെ അപ്പം വിചാരിച്ചെന്ത്, അതൊരു സ്വതന്ത്രയായ സ്ത്രീയാണ്, കല്യാണം കഴിച്ചാൽ തർക്കടില്ല എന്ന് വിചാരിച്ചിട്ട് ആ അടിമ സ്ത്രീയാണ് എന്ന് അറിയാതെ ഓന് കല്യാണം കഴിച്ചാൽ, വല ഉറ വാഹിദ്, ഒരാൾ വഞ്ചിതനാകപ്പെട്ടാൽ ഒരാൾ എന്ത് ചെയ്തു, കല്യാണം കഴിച്ചാൽ ബി ഹുരിയത്തി അമത്തിൻ, ഒരു അടിമ സ്ത്രീയുടെ ഹുരിയത്ത് കൊണ്ട്, ഒരു അടിമ സ്ത്രീ സ്വതന്ത്രയാണ് എന്ന് വിചാരിച്ചിട്ട് വഞ്ചിക്കപ്പെട്ടു. വതസവ്വജഹ, എന്നിട്ട് ആ അടിമ സ്ത്രീ അവനെ കല്യാണം കഴിക്കുകയും ചെയ്താൽ ഫൗലാദുഹൽ ഹാസിലൂന മിൻഹു, അവരിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ. അപ്പോൾ ഇയാളിൽ നിന്നും പിന്നെ ഓന് അടിമ സ്ത്രീയെ കല്യാണം കഴിച്ചോ, സ്വതന്ത്രയാണ് എന്ന് വിചാരിച്ച് കല്യാണം കഴിച്ച ഈ അടിമ സ്ത്രീയിൽ നിന്നും ഉണ്ടാകുന്ന കുട്ടികളൊക്കെ അഹ്റാറുൻ, എന്താണ്, സ്വതന്ത്രരാകുന്നു. മാലം യഅലം ബിരിഖിഹ, ഈ അടിമ സ്ത്രീയുടെ റിഖിയത്ത്, ഈ അടിമ സ്ത്രീ അടിമയാണ് എന്ന് അറിയാത്ത കാലത്തോളം, അടിമ സ്ത്രീ ഞാൻ കല്യാണം കഴിച്ചത് ഒരു അടിമ സ്ത്രീയാണ് എന്ന് അവൻ അറിയാത്ത കാലത്തോളം എന്താകുന്നു, അവരൊക്കെ സ്വതന്ത്രനാകുന്നു. വൈൻഖാൻ അബദൻ, ഇനി ഈ കല്യാണം കഴിച്ചത് അടിമയാണെങ്കിലും ശരി, ഈ അടിമ സ്ത്രീയെ കല്യാണം കഴിച്ചത് ഒരു അടിമ തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു അടിമ സ്ത്രീനെ ഓൻ കണ്ടപ്പോൾ അത് ഒരു സ്വതന്ത്രയായ സ്ത്രീയാണ് എന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിച്ചത് ഒരു അടിമ തന്നെയാണ് എങ്കിലും ശരി, അവരിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ ഈ പെണ്ണ് അടിമ സ്ത്രീയാണ് എന്നറിയാത്ത കാലത്തോളം എന്താകുന്നു, ആ കുട്ടികൾ സ്വതന്ത്രർ തന്നെയാകുന്നു. ഇനി അറിഞ്ഞാലോ
ഈ ഞാൻ കല്യാണം കഴിച്ചത് അടിമ സ്ത്രീയാണ് എന്നറിഞ്ഞാലോ, അപ്പോൾ എന്ത് ചെയ്യണം? അവനുണ്ടാകുന്ന ഈ കുട്ടികൾക്ക് ആ അടിമ സ്ത്രീയുടെ യജമാനൻക്ക് എന്ത് ചെയ്യണം? അതിനുള്ള പൈസ കൊടുക്കണം എന്നർത്ഥം. കാരണം എനിക്ക് നഷ്ടമല്ലേ, സ്വന്തം അടിമ സ്ത്രീയാണ് എന്ത് ചെയ്തത്, ഓൻ സ്വതന്ത്രനാണെന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിച്ചത്. അപ്പോൾ അത് നഷ്ടമാണ്. പിന്നെ അതിനിങ്ങനെ കുട്ടികളുണ്ടാകുമ്പോൾ ശരിക്ക് ഈ അടിമ സ്ത്രീയിൽ നിന്ന് കുട്ടികൾ ഉണ്ടാവുന്നത് യജമാനൻക്കുള്ള അവകാശപ്പെട്ടതല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് എന്ത് ചെയ്യണം? ഈ കല്യാണം കഴിച്ച വ്യക്തി, ഭർത്താവ്, യജമാനൻക്ക് അതിനുള്ള ആ കുട്ടികൾക്കുള്ള ക്യാഷ് എന്ത് ചെയ്യണം? കൊടുക്കണം എന്നർത്ഥം. വയൽസമുഹു, ആ ഭർത്താവിന് നിർബന്ധമാണ്, കീമത്തുഹും, ആ കുട്ടികൾക്കുള്ള പൈസ, കുട്ടികൾക്കുള്ള ക്യാഷ് കൊടുക്കണം, ആ യജമാനൻക്ക് കൊടുക്കണം എന്നർത്ഥം. യോമൽ വിലാദത്തി, ആ പ്രസവിച്ച അന്നത്തെ ദിവസത്തെ, എന്നാൽ പ്രസവിച്ച അന്ന് എത്ര രൂപ ഉണ്ടാവുമോ അത്ര റുപ്യാണ് കൊടുക്കേണ്ടത്. അല്ലാതെ തീറ്റിപ്പോറ്റി വലുതാക്കിയിട്ട് 15 വയസ്സാകുമ്പോൾ എത്ര പൈസ ഉണ്ടാവുമോ അത്ര അല്ല കൊടുക്കേണ്ടത്. ആ പ്രസവിച്ച ദിവസം ഒരു കുട്ടിക്ക് ഇപ്പോൾ എത്ര പൈസ, 3 ലക്ഷം ആണെങ്കിൽ ആ 3 ലക്ഷം കൊടുക്കുക. അല്ലാതെ എന്ത് ചെയ്യരുത്, പിന്നെ അതിങ്ങനെ പൈസ കൂടട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ 15 വയസ്സാകുമ്പോൾ 15 ലക്ഷം ആണെങ്കിൽ അങ്ങനെയല്ല കൊടുക്കേണ്ടത്. ആ പ്രസവിച്ച ദിവസം എത്ര റുപ്യാണോ ആ അടിമ നമുക്കിപ്പോൾ ആ മനുഷ്യൻ്റെ വില ഒന്നും അറിയില്ല, പക്ഷേ അന്നത്തെ കാലത്ത് അടിമകൾക്ക് പിന്നെ വില ഉണ്ടാവില്ല. പ്രസവിച്ച ദിവസം ഈ ഒരു അടിമക്ക് ഇത്ര റുപ്യ, 5 വയസ്സാണെങ്കിൽ ഇത്ര റുപ്യ, 10 വയസ്സാണെങ്കിൽ ഇത്ര റുപ്യ, അങ്ങനെയൊക്കെ കണക്കുണ്ടാവില്ല. അതിനനുസരിച്ചാണ് കൊടുക്കേണ്ടത് അർത്ഥം. വേറൊരു കാര്യം പറയുള്ളത്, ഇപ്പോൾ ഹല്ലലി മുസ്ലിമിൻ ഹുരിൻ വത്തു അമത്തിഹിൽ കിതാബിയത്തി ൽ വസനിയത്തി വൽ മജൂസിയത്തി. ഒരാൾക്കൊരു അടിമ സ്ത്രീ ഉണ്ട്. നമ്മളെ കാലത്തൊന്നും പറ്റില്ല, നമ്മളെ കാലത്ത് ഇവിടെ ഒന്നും അടിമ സ്ത്രീ ഒന്നുമില്ലല്ലോ, അന്നത്തെ കാലത്താണ്. അപ്പോൾ ഹല്ലലി മുസ്ലിമിൻ, ഒരു മുസ്ലിമായ ഒരുത്തൻക്ക് ഹലാലാണ്, ഹുരിൻ സ്വതന്ത്രനായ ഒരാൾക്ക് ഹലാലാണ് എന്ത്? വത്തു അമത്തിഹിൽ കിതാബിയത്തി, തൻ്റെ കിതാബിയത്തായ അമത്തിനെ വത്ത് ചെയ്യാം. എന്നാൽ ഓൻ്റെ കീഴിൽ ഒരു ക്രിസ്ത്യാനിയായ അല്ലെങ്കിൽ ഒരു ജൂതയായ അടിമ സ്ത്രീ ഉണ്ട് വിചാരിക്കുക. ആ അടിമ സ്ത്രീയെ വത്ത് ചെയ്യൽ, സംയോഗം ചെയ്യൽ, ജിമാ ചെയ്യൽ ഹലാലാണ് എന്നർത്ഥം. അല്ലെങ്കിൽ വസനീയത്തി വൽ മജൂസിയത്തി, മജൂസിയായ വസനീയത്തായ അമത്തിനെ എന്ത് ചെയ്യാൻ പറ്റൂല? വത്ത് ചെയ്യാൻ പറ്റൂല എന്നർത്ഥം. ഓൻ്റെ കീഴിൽ ഒരു ബിംബാരാധകയായ അടിമ സ്ത്രീയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റൂല? ഈ മുസ്ലിമായ യജമാനൻക്ക് വത്ത് ചെയ്യാൻ പറ്റൂല. അൽ മജൂസിയത്ത്, അതേപോലെ തന്നെ മജൂസിയത്ത് പറഞ്ഞാൽ പിന്നെ സൂര്യാരാധകയായ ഒരു അടിമ സ്ത്രീയാണ് തൻ്റെ കീഴിലുള്ളത് എന്നുണ്ടെങ്കിൽ ആ അടിമ സ്ത്രീയെയും ഈ മുസ്ലിമായ യജമാനൻക്ക് വത്ത് ചെയ്യാൻ പറ്റുകയില്ല എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക, വിളിക്കുക, മെസ്സേജ് അയക്കുക. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് കൃത്യമായ സംശയങ്ങളൊക്കെ തീർത്തിട്ട് മാത്രം എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇൽമിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.